എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ചോദ്യം നല്ല രീതിയിൽ വായിക്കുക, ഉത്തരം ഏതാണെന്ന് സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക. കിട്ടിയാലും ഇല്ലെങ്കിലും അതിനുശേഷം മാത്രം ക്ലാസ് കാണുക. ഓക്കെ, ഡിജി കേരളം എന്ന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഒന്ന്, എന്താണ് ഡിജി കേരളം ക്യാമ്പയിൻ എന്താണെന്ന് നമ്മൾ പഠിക്കണം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇതിലെ മൂന്നാമത്തെ പോയിന്റിൽ ഉള്ളൊരു കാര്യമാണ് നമുക്ക് ആ സമയത്ത് പരിശോധിക്കാം. അപ്പൊ ഒരു ചോദ്യം ഒരു ഉത്തരം എന്ന രീതിയിലല്ല നമ്മൾ ക്ലാസ് കൊണ്ടുപോകുന്നത്. അതിൽ ഓരോ പ്രസ്താവനയിലും നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും. അപ്പോൾ നമുക്ക് നോക്കാം, പരിശോധിക്കാം. ഓരോ ചോദ്യവും ഓരോ പ്രസ്താവനയും നമുക്ക് പരിശോധിക്കാം. ചോദ്യം: ഡിജി കേരളം ക്യാമ്പയിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കാനുള്ള പദ്ധതിയാണിത്. 2. സ്മാർട്ട് ഫോണുകളും ഇന്റർനെറ്റ് സേവനങ്ങളും ഫലപ്രദമായി ഉപയോഗിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. 3. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറിയതിന്റെ പ്രഖ്യാപനം 2025 ആഗസ്റ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ചോദ്യം എല്ലാവരും നല്ല രീതിയിൽ തന്നെ വായിച്ചു അല്ലെ? അപ്പോൾ ഡിജി കേരളം ക്യാമ്പയിൻ എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ഒന്നാമത്തത് നമുക്ക് വായിച്ചു നോക്കാം. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കാനുള്ള പദ്ധതിയാണിത്. സാക്ഷരത എന്താണ്? നമ്മൾ സാധാരണ സാക്ഷരത എന്ന് പറയുമ്പോൾ എഴുത്തും വായനയും ഒക്കെ അറിഞ്ഞിട്ട് ഉള്ളതാണ് അല്ലെ? അപ്പൊ ഇവിടെ ഡിജിറ്റൽ സാക്ഷരതയാണ്. അപ്പോൾ ഡിജിറ്റൽ സാക്ഷരതയിൽ എന്താണ് വേണ്ടത്? നമ്മുടെ ഡിജിറ്റൽ ഉപകരണങ്ങളായ സ്മാർട്ട് ഫോൺ, പിന്നെ കമ്പ്യൂട്ടർ, പിന്നെ അതുമായി ബന്ധപ്പെട്ട ഇന്റർനെറ്റ്, ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പഠിക്കുക. അപ്പൊ പ്രായമായവർക്ക് ഇതിലൊന്നും കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല മുൻപൊന്നും അല്ലെ? പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. പ്രായമായവർ പോലും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ അവരെ പഠിപ്പിക്കാൻ എല്ലാവരെയും, ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ, ഒരു പഞ്ചായത്താണെങ്കിൽ അവിടെയുള്ള എല്ലാവരെയും ബേസിക് ആയിട്ട് സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഒക്കെ ഉപയോഗിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. അപ്പൊ ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ശരിയായ പ്രസ്താവനയാണ്. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കാനുള്ള പദ്ധതി, അതായത് ഡിജിറ്റൽ ആയിട്ടുള്ള ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ, ഇന്റർനെറ്റ് കൈകാര്യം ചെയ്യാനുമുള്ള അറിവ്, അത് ഉണ്ടാക്കാനുള്ള പദ്ധതിയാണ്. അപ്പൊ അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. നമ്മളവിടെ ശരിയിട്ട് വെച്ചു. രണ്ടാമത്തത്, സ്മാർട്ട് ഫോണുകളും ഇന്റർനെറ്റ് സേവനങ്ങളും ഫലപ്രദമായി ഉപയോഗിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ ഡിജി ക്യാമ്പയിന്റെ ലക്ഷ്യമാണ് പറഞ്ഞത്. നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെ ശരിയായ പ്രസ്താവന. 3, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറിയതിന്റെ പ്രഖ്യാപനം 2025 ആഗസ്റ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. അപ്പോൾ ചോദ്യം വേറെ രീതിയിലും വരാം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം എങ്ങനെ വരാം? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം? നമ്മുടെ കേരളമാണ്. അപ്പോൾ അതിന് സഹായകമായ കർമ്മ പദ്ധതിയായിരുന്നു ഡിജി കേരളം അല്ലെ? അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ, പരസ്പരം ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. 2025 ആഗസ്റ്റിലാണ് മുഖ്യമന്ത്രി ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. നമ്മുടെ കേരളമാണ് ഇന്ത്യയിലെ തന്നെ ഡിജിറ്റൽ സാക്ഷരത നേടിയ, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമായി മാറിയത്. അപ്പോൾ ഈ 3 പ്രസ്താവനകളും ശരിയാണ്. നമുക്ക് കണ്ടെത്തേണ്ടത് എന്തായിരുന്നു? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. അപ്പോൾ 1, 2, 3 ശരി എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. ഏതാണ് ആ ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവയെല്ലാം ശരി. അപ്പൊ അവിടെ നമ്മൾ ടിക്കിട്ട് വെച്ചു. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഡിജിറ്റൽ സാക്ഷരതയിൽ ചരിത്രം കുറിച്ച പുല്ലമ്പാറ പഞ്ചായത്തിനെ കുറിച്ചുള്ള വസ്തുതകൾ പരിശോധിക്കുക. നമ്മളിപ്പോ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഡിജിറ്റൽ സാക്ഷരതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ പുല്ലമ്പാറ പഞ്ചായത്തിന് പ്രാധാന്യമുണ്ട്. എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. 1, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഗ്രാമപഞ്ചായത്താണ് പുല്ലമ്പാറ. 2, ഈ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 3, ഡിജി പുല്ലമ്പാറ എന്ന പദ്ധതിയിലൂടെയാണ്
ഈ നേട്ടം കൈവരിച്ചത്? ശരിയായ ഉത്തരങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ ശരിയായത് വേണം നമ്മൾ കണ്ടെത്താൻ. 3 പോയിന്റുകൾ പ്രസ്താവനകളുണ്ട്. എന്താണ് ഈ പുല്ലമ്പാറയെ പറ്റി പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഗ്രാമപഞ്ചായത്താണ് പുല്ലമ്പാറ. നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞു അല്ലെ, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. അപ്പോ ആദ്യമായിട്ട് ഈ ഒരു നേട്ടം കൈവരിച്ച ഗ്രാമപഞ്ചായത്ത്, അതായത് ഏറ്റവും ചെറിയൊരു ലെവലിൽ, കേരളം സംസ്ഥാനം മൊത്തത്തിലാണ് നമ്മൾ 2025 പ്രഖ്യാപിച്ചത്. പക്ഷെ അതിന്റെ എല്ലാം മുൻപ്, അതിന്റെയൊക്കെ തുടക്കമായത് ഈ പുല്ലമ്പാറ എന്നുള്ള ഗ്രാമപഞ്ചായത്താണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറയാണ്. ഈ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയായ പ്രസ്താവനയാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഇനി എല്ലാത്തിന്റെയും തുടക്കമായി കാണുന്നത്, ഡിജി പുല്ലമ്പാറ. നമ്മൾ ഡിജി കേരളം ക്യാമ്പയിനെ പറ്റി പറഞ്ഞില്ലേ? അങ്ങനെ ഒരു ക്യാമ്പയിന് തുടക്കമുണ്ടാകാൻ കാരണമായത് ഡിജി പുല്ലമ്പാറയാണ്. ഈ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിൽ മൊത്തം എല്ലാവരെയും ഡിജിറ്റൽ സാക്ഷരത നേടുന്നതിന് വേണ്ടി സഹായിക്കാനുള്ള പദ്ധതിയായിരുന്നു ഡിജി പുല്ലമ്പാറ. ആ ഡിജി പുല്ലമ്പാറ വൻ വിജയമായി. പുല്ലമ്പാറ എന്തായി മാറി? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സാക്ഷരത, ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ഗ്രാമപഞ്ചായത്തായി മാറി. അപ്പോഴാണ് നമ്മുടെ കേരള സർക്കാർ ആ ഡിജി പുല്ലമ്പാറയെ ഒന്ന് വിപുലീകരിച്ച് ഡിജി കേരളമാക്കി മാറ്റിയിട്ട് കേരളത്തിൽ മൊത്തം ഈ ഡിജിറ്റൽ സാക്ഷരത നേടാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഓക്കെ, അപ്പൊ ഈ പ്രസ്താവനയും ശരിയാണ്. അപ്പൊ ഈ 3 പ്രസ്താവനകളും ശരിയാണ്. ഡിജി പുല്ലമ്പാറയാണ് നമ്മുടെ ഡിജി കേരളത്തിനേക്കാൾ മുൻപുണ്ടായത്. 2021 അവർ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഇത് വിജയമായതിനു ശേഷം 2023 ഡിജി കേരളം തുടങ്ങിയത്. എന്നിട്ട് 2025 കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനമായി മാറിയത്. ഓക്കെ, അപ്പൊ 1, 2, 3 ശരി എന്നുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. നമ്മൾ അവിടെയും ടിക്കറ്റ് വെച്ചു. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമുക്കറിയാം, നമ്മുടെ നാട്ടില് നമ്മുടെ ദേശീയ പാതയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളും മനോഹരമായ റോഡിന്റെ റീൽസും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ ദേശീയപാതയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആ ദേശീയപാതയുടെ പേരെന്താണ്? ദേശീയപാത 66 അല്ലെങ്കിൽ NH66, നാഷണൽ ഹൈവേ 66. ആ പേര് അവിടെ എല്ലാവരും പഠിച്ചു വെക്കണം. കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവൃത്തിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും. ചോദ്യം നോക്കാം. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 66 സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. 1. കേരളത്തിന്റെ വടക്കേ അറ്റമായ കാസർഗോഡ് മുതൽ തെക്കേ അറ്റമായ തിരുവനന്തപുരം വരെ നീളുന്ന പ്രധാന പാതയാണിത്. 2. ഈ പാത 6 വരി പാതയായി 6 ലെയിൻ ആയിട്ടാണ് നവീകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3. കേരളത്തിലെ 9 ജില്ലകളിലൂടെയാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത്. 4. 30 മീറ്റർ വീതിയിലാണ് ഈ പാത നിർമ്മിക്കുന്നത്. ഈ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ശരിയായവ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. ഒന്നാമത്തത് നമുക്ക് നോക്കാം. ദേശീയപാത 66 പേര്. എവിടെ തൊട്ടുണ്ട്? കേരളത്തിൽ എവിടെ തൊട്ട് എവിടെ വരെ എന്നാണ് പറഞ്ഞത്? കേരളത്തിന്റെ വടക്കേ അറ്റമായ കാസർഗോഡ്, കേരളത്തിന്റെ ഒരു അറ്റം വടക്കേ ഭാഗത്തുള്ള അറ്റമായ കാസർഗോഡ് ജില്ലയാണ്. അവിടെ മുതൽ തെക്കേ അറ്റം ആയ തിരുവനന്തപുരം വരെ നീളുന്ന പ്രധാന പാതയാണ്. കേരളത്തിലെ മുഴുവൻ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീണ്ടു കിടക്കുന്ന പ്രധാന ദേശീയപാതയാണ്. ശരിയായ പ്രസ്താവനയാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ NH66 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മാത്രമുള്ള പാതയല്ല, അതിനു മുൻപേ തുടങ്ങുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ പനവേൽ മുതൽ കന്യാകുമാരി വരെയുള്ള പാതയാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് നമ്മുടെ കേരളത്തിലെ ഇത് വരുന്നത്. അപ്പൊ കേരളം മുഴുവനായിട്ടുണ്ട്. കേരളത്തിന്റെ കാസർഗോഡ് തൊട്ട് നമ്മുടെ തിരുവനന്തപുരം വരെ നീണ്ടു കിടക്കുന്ന പാതയാണ്. ഓക്കെ, ഈ പാത 6 വരി പാതയായി നവീകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ്? 6 വരിയാക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേ ഒരു ഭാഗത്തേക്ക് 3 വരി ഉണ്ടാകും. 3 വരിയായിട്ട് വാഹനങ്ങൾക്ക് പോകാം. തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും 3 വരിയായിട്ട് പോകാം. അപ്പൊ 6 വരി അതുണ്ട്. അത് കൂടാതെ 2 വശങ്ങളിൽ ഓരോരോ സർവീസ് റോഡുകൾ. അപ്പൊ 2 സർവീസ് റോഡുകളും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ദേശീയപാത എത്ര വരിയായിട്ടാണ് നവീകരിക്കുന്നത്?
6 വരിയായിട്ടാണ്. അതുകൂടാതെ 2 വരി സർവീസ് റോഡുകളും ഉണ്ട്. ഓക്കെ, അതും ശരിയായ പ്രസ്താവനയാണ്. 6 വരിയാണ്. അത് നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട് അല്ലെ. 66 6ആണുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ പ്രസ്താവന നമുക്ക് പരിശോധിക്കാം. കേരളത്തിലെ 9 ജില്ലകളിലൂടെയാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? കേരളത്തിൽ 14 ജില്ലകളുണ്ടെങ്കിലും 14 ജില്ലകളെയും കണക്ട് ചെയ്തിട്ട് ഈ ദേശീയപാത പോകുന്നില്ല. 9 ജില്ലകളിലൂടെയാണ് പോകുന്നത്. നമ്മൾ അവിടെ അറിഞ്ഞിരിക്കണം. അത് പഠിക്കാനുള്ള എളുപ്പ വഴിയുണ്ട് അല്ലെ. നമ്മൾ ദേശീയപാത 66 അതിൽ 6 വരിയാണെന്ന് നമ്മൾ പഠിച്ചു. 6 തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് 9 കിട്ടുമല്ലോ. അപ്പോൾ 9 ജില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അത് ഓർത്തു വെക്കണം. ഇനി നാലാമത്തെ പ്രസ്താവന പരിശോധിക്കാം. 30 മീറ്റർ വീതിയിലാണ് ഈ പാത നിർമ്മിക്കുന്നത്. ശരിയായ പ്രസ്താവനയാണോ? പത്രങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത് തെറ്റായ പ്രസ്താവനയാണ്. 30 മീറ്റർ അല്ല. എത്ര മീറ്റർ ആണ്? 45 മീറ്റർ വീതിയിലാണ് നമ്മുടെ ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നാലാമത്തത് തെറ്റായ പ്രസ്താവനയാണ്. നമുക്ക് ഏതാണ് ശരിയായവയാണ് കണ്ടെത്തേണ്ടത്. ഏതൊക്കെയാണ് ശരി? 1, 2, 3 എന്നിവയാണ് ശരി. ഓപ്ഷൻ ബിയിലാണ് 1, 2, 3 എന്നിവ ശരി എന്നുള്ളത് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചതിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ശ്രേഷ്ഠ ഭാഷാ പദവി, അത്രയ്ക്ക് ശ്രേഷ്ഠമായ ഭാഷകളെ തിരഞ്ഞെടുക്കുന്നു. അതില് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു. അതുമായി ബന്ധപ്പെട്ട് ശ്രേഷ്ഠ ഭാഷയുമായി ബന്ധപ്പെട്ട് ഏതാനും പ്രസ്താവനകൾ 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് പറയുന്നത്. ശരിയായത് ഏതാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. ഭാഷയ്ക്ക് 500 വർഷത്തെ പഴക്കമുണ്ടെങ്കിലേ ഈ പദവി ലഭിക്കൂ. 500 വർഷത്തെ പഴക്കമുണ്ടെങ്കിൽ ആണോ ഈ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുക? ആർക്കെങ്കിലും അറിയാമോ? അല്ല, തെറ്റായ പ്രസ്താവനയാണ്. 500 പോരാ. എത്ര വേണം? 2000-ലധികം വർഷത്തെ പാരമ്പര്യവും ചരിത്രവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മലയാള ഭാഷയ്ക്ക് ആ ഒരു ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു. ഏകദേശം ഒരു 2300ഓളം വർഷത്തെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. ഈ പദവി ലഭിച്ച ആദ്യ ദക്ഷിണേന്ത്യൻ ഭാഷയാണ് മലയാളം. ദക്ഷിണേന്ത്യ, നമ്മുടെ തെക്കേ ഇന്ത്യയുടെ, നമ്മുടെ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഈ ഒരു ഭാഗമാണ് ദക്ഷിണേന്ത്യ. അപ്പൊ ഈ ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ ഏറ്റവും ആദ്യമായിട്ട് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് മലയാളത്തിനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയായ പ്രസ്താവന ആണോ? അല്ല, തെറ്റായ പ്രസ്താവനയാണ്. ഫസ്റ്റ് ലഭിച്ചത് മലയാളത്തിനല്ല, തമിഴ് ഭാഷയ്ക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭാഷകളിൽ ആദ്യമായിട്ട് ലഭിച്ചിട്ടുള്ളത്. 2004 തമിഴിന് ലഭിച്ചിട്ടുണ്ട്. 3, 2013 കേരളത്തിന് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. 2013 നമ്മൾ ഓർത്തു വെക്കേണ്ട വർഷമാണ്. 2013 ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. ശരിയായ പ്രസ്താവന. നാലാമത്തത് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകുന്നത് കേരള സർക്കാരാണ്. തെറ്റായ പ്രസ്താവനയാണ്. കേരള സർക്കാർ അല്ല, ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരാണ് ഈ ശ്രേഷ്ഠ ഭാഷാ പദവി നൽകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ടത് എന്തായിരുന്നു? ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. 1, എയും ബിയും ഡിയും തെറ്റാണ്. സി ആണ് ശരിയായ ഉത്തരം. അപ്പോൾ അവിടെ നമ്മൾ ടിക്ക് ഇട്ട് വെച്ചു. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ മെട്രോയെ കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. അപ്പൊ വാട്ടർ മെട്രോയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് നോക്കാം. ഇത് തിരുവനന്തപുരത്താണ് ആരംഭിച്ചത്. വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബോട്ടുകൾ നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. ഇത് ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമാണ്. ഇത് കൊച്ചിയിലെ വിവിധ ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. ഇത് തിരുവനന്തപുരത്താണ് ആരംഭിച്ചത് എന്നാണ് പറഞ്ഞത്. തിരുവനന്തപുരത്തല്ല ആരംഭിച്ചത്. എവിടെയാണ് ആരംഭിച്ചത്? കൊച്ചിയിലാണ്. കൊച്ചിൻ വാട്ടർ മെട്രോ. അപ്പോ ഒന്നാമത്തെ പ്രസ്താവന നമ്മൾ തെറ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രണ്ടാമത്തത് നമുക്ക് പരിശോധിക്കാം. വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബോട്ടുകൾ നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. ശരിയായ പ്രസ്താവനയാണ്. ഈ വാട്ടർ മെട്രോയ്ക്ക് പ്രത്യേകതരം ബോട്ടുകളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ചിത്രങ്ങളിലും വീഡിയോകളിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും.
ഒരു നീല നിറമൊക്കെ ഉള്ള കണ്ടിട്ടുണ്ട്, വെള്ളയും നീലയും കൂടി നിറത്തിൽ വരുന്ന ബോട്ടുകളാണ്. ഇവ നിർമ്മിച്ചത് എവിടെ വെച്ചാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വെച്ചാണ് നിർമ്മിച്ചത്. ശരിയായ പ്രസ്താവനയാണ്. 3, ഇത് ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമാണ്. ഈ വാട്ടർ മെട്രോ എന്നുള്ള ഒരു സംരംഭം കൊച്ചിയിലേത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തേതാണ് എന്നാണ് പറയുന്നത്. ശരിയായ പ്രസ്താവന. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സംരംഭമാണ് ഇത്. ഇന്ത്യയിലെ മാത്രമല്ല, ഇത്രയും വലിയ തോതിൽ വലുപ്പത്തിലുള്ള ഏഷ്യയിലെ തന്നെ സംയോജിതമായിട്ടുള്ള ഒരു ജലഗതാഗത സംവിധാനമാണ് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ. 4ാമത്തെ പ്രസ്താവന നോക്കാം. ഇത് കൊച്ചിയിലെ വിവിധ ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കൊച്ചിയിലെ ഒരു പ്രധാനപ്പെട്ട 10ഓളം ദ്വീപുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ്, സംയോജിതമായിട്ടാണ് ഈ വാട്ടർ മെട്രോ പ്രവർത്തിക്കുന്നത്. അപ്പോ ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഏതൊക്കെയാണ്? 2, 3, 4 എന്നിവ. അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മുടെ ഓപ്ഷൻ എവിടെയാണുള്ളത്? ബിയിലാണ്. ഓപ്ഷൻ ബി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അവിടെ നമ്മൾ ശരിയിട്ട് വെച്ചു. ഓക്കെ. അപ്പോൾ ഈ 5 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര സ്കോർ നിങ്ങൾ ഓരോരുത്തർക്കും ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ വീഡിയോയ്ക്കടിയിൽ കമന്റ് ചെയ്യുക. കൂടാതെ നമ്മുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ.